ഓം ജയ് സായിറാം. നമഃശിവായ. നമ്മളിന്ന് 15-ാം അധ്യായമാണ് വായിക്കുന്നത്. പഞ്ചസാരയുടെ മധുരം. അതാണ് ആ അധ്യായത്തിന് തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ഹേമന്ത് പാന്ത് പറയാണ്, ഇത്രകാലം അത്രയും ചെയ്ത തപസ്സിൻ്റെ ഫലം അതാണ് സായി ദർശനം. പ്രിയ സജ്ജനങ്ങളെ, പ്രേമഭക്തിയോടുകൂടി സായി സച്ചരിതം കേൾക്കാൻ ഞാൻ വിനയപൂർവം സുഹൃതികളായ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഹേമന്ത് പാന്ത് ഈ പഞ്ചസാരയുടെ മധുരം എന്നുള്ള അധ്യായത്തിൽ തുടക്കത്തിൽ പറയുകയാണ്, എല്ലാവരും ഈ അധ്യായം വിനയപൂർവം കേൾക്കാൻ കൂടി പറയാണ്. ഈ അധ്യായം അതല്ല, സായി സച്ചരിതം പൂർണ്ണമായിട്ടും നിങ്ങൾ കേൾക്കൂ എന്ന് ഹേമന്ത് പാന്ത് പറയുകയാണ്. ഒരു കഥ പറയാണ്. തള്ളപ്പൂച്ച കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും. അതിനുശേഷം പുറത്തു പോകും. ചില സമയം അവൾ പെട്ടെന്ന് തിരിച്ചു വരും. പാല് കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടാലുടൻ ഓടി വരികയായി, പാല് കുടിക്കാൻ തത്രപ്പെടുകയായി. പൂച്ചയും അതിൻ്റെ തള്ളപ്പൂച്ചയും അതിൻ്റെ കുട്ടികളെയും കുറിച്ചുള്ളൊരു കഥയാണ് പറയുന്നത്. കുട്ടികൾക്ക് പാല് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പുറത്തു പോകും, വീണ്ടും വരും, കിടക്കും. ഇങ്ങനെ തള്ളപ്പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വന്നുകൊണ്ടിരിക്കും. ക്ഷീണിതയായ അമ്മ മുരളും. ഇങ്ങനെ പാല് കൊടുത്ത് പോയിട്ട് തിരിച്ചു വന്ന് കിടക്കുമ്പോൾ കുട്ടികൾ വീണ്ടും പാല് കുടിക്കാൻ പോകില്ല. അപ്പോൾ തള്ളപ്പൂച്ച മുരളും. കുഞ്ഞുങ്ങൾ ഭയന്ന് തെല്ല് മാറി നിൽക്കും. പിന്നെ അമ്മ ചെരിഞ്ഞു കിടക്കും. അവൾ തെല്ലു ശാന്തമായി എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നുമ്പോൾ അവറ്റകൾ വീണ്ടും അമ്മയ്ക്ക് ചുറ്റും ഓടി നടക്കും. തട്ടിയും മുട്ടിയും കളിക്കും. അരിമക്കുഞ്ഞുങ്ങളുടെ സ്പർശാനുഭൂതിയിൽ ക്ഷീണമറിയാതെ അവൾ കിടക്കും. അതിനിടയിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ സൂത്രത്തിൽ മുല കുടിക്കാൻ തുടങ്ങുകയായി. അമ്മ എല്ലാ വേദനയും ക്ഷീണവും മറന്ന് പൊന്നോമാനകളുടെ ആനന്ദത്തിനായി അനങ്ങാതെ കിടക്കും. ഒരു അമ്മയ്ക്ക് കുട്ടികളോട് തോന്നുന്ന ഒരു വികാരമാണത്. ഇടയ്ക്കിടയ്ക്ക് അവരെ പ്രേമപൂർവം കാലുകൾ കൊണ്ട് തലോടും. ഇതുപോലെ സായി തൃപ്പാദത്തോടുള്ള ഏകാന്ത ഭക്തിയും പ്രേമവും കൂടുന്തോറും സായിനാഥൻ ഭക്തനോട് കൂടുതൽ കൂടുതൽ അടുക്കും. സായി ഹൃദയം ഇളകി മറിയും, ആനന്ദധാര ചുരത്തും. ഏത് രൂപത്തിലാണോ ഒരു തള്ളപ്പൂച്ച കുട്ടികൾക്ക് പാല് ചുരത്തി കൊടുക്കുന്നത്, അതേപോലെ ഭഗവാൻ നമുക്ക് ആനന്ദധാര ചുരത്തുന്നു പറയാണ്. ഒരിക്കൽ താനയിലെ കൗവ്യനേശ്വര ക്ഷേത്രത്തിന് സമീപം ഭക്തജനങ്ങൾ ദാസ്ഗനുവിൻ്റെ കീർത്തനവും ഹരികഥയും സംഘടിപ്പിച്ചു. ദാസ്ഗനു തൻ്റെ ജീവിതം സായി ചരിതം പാടാനായി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു പൈസ പോലും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം പരിപാടികൾക്ക് ചെല്ലാറുള്ളത്. കാരണം പരിപാടികൾക്കൊക്കെ അവതരിപ്പിക്കുമ്പോൾ 1 രൂപ പോലും ദക്ഷിണയായിട്ട് ദാസ്ഗനു വാങ്ങാറില്ല. ഒക്കെ സായി ഭഗവാന്റെ ആ ലീലകൾ ജനങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹരികഥ പാടാറുള്ളത്. ഒരു ധോത്തി ധരിക്കും, അതുമാത്രം, മറ്റൊരു വേഷവുമില്ല. പിന്നെ സായീശ്വരൻ്റെ അമൃത കഥകൾ മധുരമായി പാടുകയായി. അത് കേൾക്കാൻ എന്തൊരു ആവേശവും തിരക്കുമായിരുന്നെന്നോ ജനങ്ങൾക്ക്. അന്നത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഹരികഥ കേൾക്കാനായിട്ട് വളരെ ഇഷ്ടമായിരുന്നു എന്ന് പറയുകയാണ്. ദാസ്ഗനുവിൻ്റെ ഈ വേഷത്തിന് പിന്നിലും സായിനാഥൻ്റെ ഇച്ഛയുണ്ടായിരുന്നു. ഈ ഇദ്ദേഹം ഒരു ധോത്തിയും മാത്രം ധരിച്ചിട്ടാണ് പോകാന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ ഭഗവാന്റെ ഒരു ഇച്ഛയുണ്ടായിരുന്നു എന്ന് പറയാണ്. ഒരിക്കൽ ദാസ്ഗനു കീർത്തനം പാടാൻ പോകാനൊരുങ്ങി. നീണ്ട അങ്കിയും ധരിച്ച് ഉത്തരയും തോളിലിട്ട് തലപ്പാവും കെട്ടി ദാസ്ഗനു തയ്യാറായി. സായീശ്വരനെ വന്നിച്ച് അനുഗ്രഹം വാങ്ങാനായി ചെന്നപ്പോൾ വേഷം കണ്ട് ഭഗവാൻ ചോദിച്ചു, കൊള്ളാമല്ലോ, മണവാളനെ പോലെ ഇരിക്കുന്നു. ഇത്രമാത്രം ഒരുങ്ങി എങ്ങോട്ടാണ് യാത്ര? ഈ ദാസ്ഗനുവിൻ്റെ ഈ വേഷഭൂഷാദികൾ കണ്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇത് എവിടേക്കാണ് യാത്ര? ഒരു മണവാളനെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദാസ്ഗനു പറയാണ്, ഞാൻ കീർത്തനം പാടാൻ ഒരുങ്ങുകയാണ്. ഹരിനാമകീർത്തനം കീർത്തിക്കാൻ എന്തിനാണ് ഈ അംഗവസ്ത്രം? ഭഗവാൻ ചോദിക്കുകയാണ്, നീ പാടാനൊക്കെ പോയിക്കോളൂ, പക്ഷേ ഇമ്മാരുള്ള വേഷഭൂഷാദികൾ എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ഉത്തരീയം, തലപ്പാവ്, ഈ വേഷം കെട്ടലൊക്കെ അഴിച്ചെറിയൂ. ഈ ഭാരമൊക്കെ നീ എന്തിനു ചുമക്കുന്നു? ഭഗവാൻ പറഞ്ഞു ദാസ്ഗനുവിനോട്, നീ എന്തിനാ ഈ വേഷം കെട്ടി ഇവിടത്തൊക്കെ വലിച്ചെറിയൂ
എന്നിട്ട് ഒരു വെറും ധോത്തി മാത്രം പോരെ എന്ന് ചോദിക്കുകയാണ് ഭഗവാൻ. അതിനുശേഷം കീർത്തനം പാടുമ്പോൾ ദാസകനു ഇതൊന്നും ധരിച്ചിട്ടില്ല. വളരെ ലളിതമായ വേഷം. കയ്യിൽ ഒരു ചപ്പളാങ്കട്ടയും കഴുത്തിലൊരു പൂമാലയും കാണും. ശ്രീ നാരദ മഹർഷിയുടെ വേഷം ഇങ്ങനെയാണത്രേ. നാരദ മഹർഷി ഇങ്ങനെ ലോകസഞ്ചാരം നടത്തുമ്പോൾ ഒരു ചപ്പളാങ്കട്ട ഉണ്ടാവും, ഒരു കഴുത്തിലൊരു മാല ഉണ്ടാവും, പിന്നെ ഒരു തമ്പുരു ഉണ്ടാവും. ഇതായിരുന്നു വേഷം. ഇദ്ദേഹത്തിന് തമ്പുരു ഇല്ല എന്ന് മാത്രം. ചപ്പളാങ്കട്ട കയ്യിലെടുത്തിട്ടാണ് ദാസകനും ഹരിനാമകീർത്തനം പാടാനായിട്ട് പോവാറ്. സായീശ്വരന്റെ കൃപയാൽ ദാസകനു ഋഷിചരിതങ്ങൾ എഴുതി ഭക്തിപൂർവ്വം സജ്ജനങ്ങളെ പാടി കേൾപ്പിച്ചു. ദാസകനു വെറുതെ കീർത്തനം പാടുക മാത്രമല്ല, ഋഷിചരിതങ്ങളൊക്കെ എഴുതി. എന്നിട്ട് അത് ഭക്തിപൂർവ്വം സജ്ജനങ്ങളെ പാടി കേൾപ്പിച്ചു. ദാസകനു, ചന്ദോർക്കർ ഇവരിലൂടെയാണ് സായീശ്വരൻ ബോംബെയിൽ പരിചിതനായത്. ഇവർ രണ്ടുപേരും, ദാസകനും ചന്ദോർക്കറും എന്ന് പറഞ്ഞിട്ടുള്ള ഭക്തനും കൂടിയിട്ടാണ് ഭഗവാന്റെ കീർത്തനങ്ങൾ ബോംബെയിൽ മുഴുവൻ അറിയിപ്പിച്ചതെന്നർത്ഥം. കവ്യനേശ്വര ക്ഷേത്രത്തിൽ സായി മഹിമ കേൾക്കാനായി സിവിൽ കോടതിയിൽ, താനെയുള്ള കോടതി, ഒരു ഗുമസ്തനും ഉണ്ടായിരുന്നു. പേര് ചോൾക്കാർ. സായി മഹിമ വർണ്ണിച്ചു കേട്ടപ്പോൾ ചോൾക്കാറിന്റെ മനസ്സൊന്ന് ഉലഞ്ഞു. ബാബയെ കണ്ടിട്ടില്ലെങ്കിലും ദാസകനുവിന്റെ കീർത്തനം ചോൾക്കാറിനെ ബാബാ ഭക്തനാക്കി. ഈ ദാസകനു എല്ലാ സ്ഥലത്തും പോയിട്ട് ഭഗവാന്റെ കീർത്തനങ്ങളാണ് പാടുന്നത്. അപ്പൊ അങ്ങനെ ഈ താനേല് പോയി ഈ ദാസകനു ഹരിനാമകീർത്തനം പാടുമ്പോൾ അവിടുത്തെ ഒരു കോടതിയിൽ ഒരു ഗുമസ്തനുണ്ടായിരുന്നു, ചോൾക്കാർ. ഇദ്ദേഹത്തിന്റെ ഹരിനാമകീർത്തനം കേട്ട് ബാബയിൽ അപാര ഭക്തി ഉണ്ടായി. അദ്ദേഹം മനസാ സായീശ്വരനെ വണങ്ങി. പിന്നീട് വളരെ വിനയപൂർവ്വം പ്രാർത്ഥിച്ചു. കരുണാവാരിതേ ബാബ, ദരിദ്രനും നിസ്സഹായനുമായ ഇവനെ രക്ഷിക്കണേ, എനിക്ക് താങ്ങായി നിൽക്കണേ. സ്വാമി, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. തുച്ഛമായ ശമ്പളം കൊണ്ട് വലിയ വീട് പുലർത്തേണ്ട പ്രാരാബ്ധമുള്ളവൻ. അവിടുത്തെ കൃപയാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സായി എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തണേ. ഇയാളൊരു ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റൊക്കെ ഉണ്ട്. ആ ടെസ്റ്റ് പാസ്സായിട്ട് എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തണേ ഭഗവാനെ എന്ന് സായീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ തീർച്ചയായും ഷിർദിയിൽ വരാം. ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് ഭക്തന്മാർക്ക് കൽക്കണ്ടം വിതരണം ചെയ്തുകൊള്ളാം. ചോൾക്കാർ ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ പരീക്ഷ പാസ്സായി എനിക്ക് ജോലി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഷിർഡിയിൽ വന്നിട്ട് അവിടെ ഭക്തന്മാർക്ക് ഞാൻ കൽക്കണ്ടം എല്ലാവർക്കും വിതരണം ചെയ്യാം, ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്യാമെന്ന് പറയുകയാണ്. പ്രാർത്ഥന ഫലിച്ചു. ചോൾക്കാർ പരീക്ഷയിൽ ജയിച്ചു, ജോലി സ്ഥിരപ്പെട്ടു. ഇനി പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ പ്രവർത്തിക്കണം. അതിന് ധനം വേണ്ടേ? ഒഴിഞ്ഞ കയ്യുമായി എങ്ങനെ സായീശ്വരനെ കാണും? സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ വാഗ്ദാനം നിറവേറ്റാനും വൈകി. പണ്ടത്തെ കാലത്ത് ചെറിയ തുച്ഛമായിട്ടുള്ള ശമ്പളമേ ഉള്ളൂ. ആ ശമ്പളം കൊണ്ട് അയാളുടെ കുടുംബം പുലർത്തണം. പിന്നെ ഷിർഡി വളരെ ദൂരത്താണ്, അപ്പോൾ അവിടേക്ക് പോകണം. ഇതിനൊക്കെ പൈസ വേണം. അപ്പോൾ അതൊക്കെ കാരണം ഇയാൾക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള വൈകി എന്നർത്ഥം, അങ്ങോട്ട് പോകാനായിട്ട്. അതിന് പ്രായശ്ചിത്തമായി ചോൾക്കാർ പഞ്ചസാര ഉപയോഗിക്കുന്നത് നിർത്തി. നമ്മൾ ചില ആൾക്കാർ ഈ കാശിക്കൊക്കെ പോകുമ്പോൾ ചിലത് ഉപേക്ഷിക്കില്ലേ, അതുപോലെ ഇദ്ദേഹം ഈ ഷിർദിയിലേക്ക് ഭഗവാനെ കാണുന്ന വരയ്ക്കും ഞാൻ പഞ്ചസാര ഉപയോഗിക്കില്ല എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ ചെലവ് ചുരുക്കി യാത്രയ്ക്കുള്ള പണം ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങി. ഇത് വെറുതെ മാത്രമല്ല, പഞ്ചസാരക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം പഞ്ചസാര വാങ്ങിക്കാണ്ടിരുന്നാൽ അത്രയും കാശ് നമുക്ക് ചുരുക്കി പിടിക്കാമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ആ ചെലവ് ചുരുക്കിയിട്ടുള്ള പൈസ പിടിച്ചിട്ട് യാത്രയ്ക്ക് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമം തുടങ്ങി. ഒരാൾക്ക് നാന്ദിഘട്ടോ സഹ്യാദ്രികളോ കടക്കാൻ സാധിക്കും. പക്ഷേ ഗൃഹനാഥന് അതിലേറെ ദുഷ്കരമാണ് സ്വന്തം ഉമ്മറപ്പടി കടക്കുന്നത്. സാധാരണഗതിയിൽ ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ യാത്രയ്ക്ക് പോകണമെങ്കിൽ ഒക്കെ പൈസ വേണം. അപ്പം ഈ പൈസ ഇല്ലാതെ ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിട്ട് ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്നർത്ഥം. പൈസ ഇല്ലാണ്ട് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറയണം. ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. ഏതായാലും ചോൾക്കാർ കഴിയുന്ന രീതികളിലൊക്കെ പണം മിച്ചം വെക്കാൻ തുടങ്ങി. ഒടുവിൽ തീവ്രമായ ആഗ്രഹം സാധിച്ചു. അദ്ദേഹം ഷിർദിയിലെത്തി സായീശ്വരനെ ദർശിച്ചു, നമസ്കരിച്ചു. പിന്നീട് കൽക്കണ്ടം വിതരണം ചെയ്തു. ഈ പൈസയൊക്കെ ലുബ്ധിച്ച് പിടിച്ച് കൽക്കണ്ടമൊക്കെ മേടിച്ചിട്ട് ഷിർദിയിൽ ഭഗവാനെ പോയി കണ്ടതിന് ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും അത് വിതരണം ചെയ്തു. അങ്ങനെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ചോൾക്കാർ ബാബയെ വന്നിച്ച് ജോഗിനോടൊപ്പം പോകാൻ എഴുന്നേറ്റു.
അപ്പോൾ സായീശ്വരൻ ജോഗിനോടായി പറഞ്ഞു, ഭഗവാന്റെ ലീലകളാട്ടോ, നന്നായി പഞ്ചസാര ഇട്ട് അവന് നിറച്ച് ചായ കൊടുക്കൂന്ന് ഭഗവാൻ പറയാണ്. ആർക്ക്? ചോൾക്കാർക്ക്. കാരണം ചോൾക്കാർ ഈ പഞ്ചസാര ഉപേക്ഷിച്ചിരിക്കുകയാണല്ലോ. ഭഗവാനെ കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ പഞ്ചസാര കഴിക്കൂ എന്നൊക്കെയാണ് മനസ്സിൽ ധരിച്ചിട്ട് പോയിട്ടുള്ളത്. കാരണം പഞ്ചസാര വേണ്ടാന്ന് വെച്ചത് പോവാനുള്ള പൈസ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഭഗവാൻ അതൊക്കെ അറിഞ്ഞു. തന്നെ സംബന്ധിച്ചോളം പരമരഹസ്യമായ ഈ കാര്യം ചോൾക്കാർ നിറമിഴികളോടെയാണ് കേട്ടത്. കാരണം ഇയാൾക്ക് മാത്രമേ ഉള്ളൂ ഈ കാര്യം, വേറെ ആർക്കും അറിയില്ല. പക്ഷെ ഭഗവാൻ അത് പറയാണ്, പഞ്ചസാര ഇട്ടിട്ട് നിറയെ പഞ്ചസാര ഇട്ടിട്ട് ചായ കൊടുക്കാൻ പറയാ. കാരണം കുറേ നാളായിട്ട് പഞ്ചസാര ഇല്ലേ ചായ കുടിക്കുമ്പോൾ. ഭക്തിപരവശനായി അദ്ദേഹം വീണ്ടും വീണ്ടും സായീശ്വരനെ നമസ്കരിച്ചു. ജോഗിന് കാര്യമൊന്നും മനസ്സിലായില്ല. കൂട്ടുകാരന് ഈ കാര്യങ്ങളൊന്നും ഭഗവാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല. ആര് എവിടെ ഇരുന്നാലും ഭക്തിപൂർവ്വം തന്നെ സ്മരിച്ചാൽ താൻ അറിയുന്നു എന്ന കാര്യം ബാബ ഭക്തരെ അറിയിക്കുകയായിരുന്നു. മാത്രമല്ല ചോൾക്കാരൻ്റെ ഭക്തിയെ ഭഗവാൻ അംഗീകരിച്ചു, ദൃഢപ്പെടുത്തി. ഒരുവന്റെ ഭക്തിയും വിശ്വാസവും എത്രയേറെ അചഞ്ചലമോ അവിടെ ഇരവു പകൽ അയാളുടെ പിന്നാലെ ഞാനുണ്ടാകും. ഭഗവാനെ നമ്മൾ മനസ്സിലേറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ രാവും പകലും ഭഗവാൻ കൂടെ ഉണ്ടാവും എന്ന് പറയണം. ഞാൻ എവിടെയാണെങ്കിലും 7 കടലുകൾക്കപ്പുറം നീ ചെയ്യുന്നത് എന്തും ഞാൻ അറിയും. ഈ പ്രപഞ്ചത്തിൽ നീ എവിടെ പോയാലും അവിടെയെല്ലാം ഞാനും നിന്നോടൊപ്പം ഉണ്ടാകും. നിന്റെ ഹൃദയമാണ് എൻ്റെ വാസസ്ഥാനം. സമസ്ത ജീവജാലങ്ങളിലും വസിക്കുന്നത് ഞാനാണെന്ന് അറിയൂ. അങ്ങനെയുള്ള എന്നെ ആരാധിക്കൂ. എന്നെ നിന്നിൽ നിന്നും വേറിട്ടവനായി കാണരുത്. ഞാനും നീയും അറിയുന്നവൻ മഹാഭാഗ്യവാൻ. ഭഗവാൻ നമ്മളുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറയാണ്. ഇങ്ങനെ ചോൾക്കാറിലൂടെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുകയായിരുന്നു സായീശ്വരൻ. സായീശ്വരൻ്റെ അന്തര്യാമിത്വം സ്പഷ്ടമാക്കുന്ന മറ്റൊരു ലീല കൂടി കേൾക്കൂ. ഭഗവാന്റെ ലീലകളാണ് ഈ സച്ചരിതത്തിൽ മുഴുവൻ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഓരോരോ ലീലകളെ കുറിച്ച് പറയാണ്. സായീശ്വരൻ മസ്ജിദിലിരിക്കുന്ന സമയം അപ്പോൾ ഒരു പല്ലി ചിലയ്ക്കുന്ന ശബ്ദം കേട്ടു. ഇത് കേട്ട് ഒരു ഭക്തൻ ചോദിച്ചു, ബാബാ, പല്ലി ചിലച്ചത് കേട്ടില്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? അത് നല്ല ശകുനമാണോ? ചോദിക്കുകയാണ്. ഒരു പല്ലി ചലിച്ചപ്പോൾ ഭക്തൻ ചോദിക്കുകയാണ്, നമ്മളൊക്കെ ഇടയ്ക്ക് എങ്ങനെ പറയില്ലേ, വീട്ടിലൊക്കെ പല്ലി ചലിക്കുമ്പോൾ നല്ലതാ തോന്നുന്നുണ്ട്, എന്താണാവോ കുഴപ്പം എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഈ ഭക്തൻ ചോദിക്കുകയാണ് ബാബയോട്, പല്ലി ചലിച്ചപ്പോൾ എന്താണ് ഇതിന് നല്ലതാണോ, നല്ല ശകുനമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടനെ ബാബ പറഞ്ഞു, ആ പല്ലി വലിയ സന്തോഷത്തിലാണ്. അവളുടെ സഹോദരി ഔറംഗാബാദിൽ നിന്നും വരുന്നുണ്ട്. കൂടപ്പിറപ്പിനെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവൾ ചിലച്ചതാണ്. ഭഗവാൻ പറയാണ്, അതിൻ്റെ സഹോദരി ഔറംഗാബാദിൽ നിന്ന് വരുന്നുണ്ടെന്ന്. കുറേ ദൂരെയാണ് ഔറംഗാബാദ്, അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് പറയാണ്. ബാബയുടെ വാക്കുകളുടെ അർത്ഥം ഭക്തനോ മറ്റാർക്കുമോ മനസ്സിലായില്ല. ഗൗളിക്കെന്ത് സഹോദരിയും മാതാപിതാക്കളും? ബാബ ഒരു തമാശ പറഞ്ഞു എന്നേ ഭക്തന് തോന്നിയുള്ളൂ. പക്ഷേ ഒന്നും പറഞ്ഞില്ല. അയാൾ മനസ്സിൽ ധരിച്ചു തമാശ പറഞ്ഞായിരിക്കും, ഈ പല്ലിക്ക് എന്താ അച്ഛനും അമ്മയും സഹോദരിയൊക്കെ എന്ന് ഇയാൾ മനസ്സിൽ വിചാരിച്ചു. പുറത്ത് പറഞ്ഞില്ല, കാരണം ബാബ കേട്ടാ എന്താ പറയാന്നറിയില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പോൾ തന്നെ ഒരാൾ കുതിരപ്പുറത്ത് അവിടെ എത്തി. അയാൾ ഔറംഗാബാദിൽ നിന്നും വരികയാണത്രേ. സായീശ്വര ദർശനത്തിനു വന്നതാണ്. കുതിരയ്ക്ക് നല്ല വിശപ്പായി. അയാൾ മുതിരസഞ്ചി എടുത്തു. കുതിരയ്ക്ക് മുതിര നൽകിയ ശേഷം വീണ്ടും മുതിര നിറയ്ക്കുവാനായി സഞ്ചി ശക്തമായിട്ട് കുടഞ്ഞു വൃത്തിയാക്കി. അപ്പോൾ ഒരു പല്ലി അതിൽ നിന്നും തെറിച്ചു വീണു. അവർ നോക്കി നിൽക്കെ പല്ലി ഓടിയകന്നു. പല്ലി ചിലച്ചതിൻ്റെ താല്പര്യം ചോദിച്ച ഭക്തനോട് ബാബ പറഞ്ഞു, അവളെ സൂക്ഷിച്ചു നോക്കൂ, അത് അവളുടെ സഹോദരി തന്നെ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഭക്തന്മാരുടെ മുമ്പിലേക്ക് കുതിരപ്പുറത്ത് ഒരു ഭക്തൻ വരികയാണ് ഭഗവാനെ കാണാനായിട്ട്. ഒരു കുതിരപ്പുറത്താരണേ. അവിടെ നിന്ന് ഇറങ്ങി ഭഗവാനെയൊക്കെ കണ്ടതിന് ശേഷം അപ്പോൾ കുതിരയ്ക്ക് നല്ല വിശപ്പുണ്ടായി എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഈ കുതിരയുടെ കൂടെ എപ്പോഴും ഈ ഭക്ഷണം ഉണ്ടാവും. എല്ലാവരും ഈ വണ്ടികളുടെ കൂടെയൊക്കെ പുല്ല് കെട്ടിയിരുന്ന പോലെ ഇയാളുടെ കൂടെ ഇയാൾ ഈ കുതിരയ്ക്ക് കൊടുക്കാനായിട്ട് മുതിര കരുതിയിട്ടുണ്ടായിരുന്നു. മുതിര കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊക്കെ എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ ഒന്ന് കുടയില്ലേ, അതുപോലെ മുതിരസഞ്ചി വീണ്ടും കുടഞ്ഞപ്പോൾ അതിൽ നിന്നൊരു പല്ലി പുറത്തേക്ക് ചാടിയപ്പോൾ തന്നെ ഭഗവാൻ പറയാണ്, സൂക്ഷിച്ച് നോക്കിയോളോ, നേരത്തെ ചലിച്ച പല്ലിയില്ലേ അതിൻ്റെ സഹോദരിയാണെന്ന്. അവർ നോക്കിയ പല്ലി ഓടി വന്നു.
ഭഗവാൻ പറഞ്ഞു അത് സൂക്ഷിച്ചു നോക്കാൻ. ഈ സമയം തെറിച്ചു വീണ പല്ലി മുന്നോട്ട് കുതിച്ചു. എല്ലാവരും കാണുകെ പല്ലി ചുമരിലേക്ക് കയറി. അവൾ മറ്റേ പല്ലിയെ കണ്ടു. രണ്ടുപേരും ശരീരങ്ങൾ തമ്മിൽ ഉരുമ്മി സ്നേഹം പ്രകടിപ്പിച്ചു. ഈ പല്ലി ഓടിപ്പോയി നേരെ ഈ അവിടെ നേരത്തെ ചെലച്ച പല്ലിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇത് അധികം സമയമൊന്നും ആയിട്ടില്ല. പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇതൊക്കെ നടക്കുകയാണ് അവിടെ ഭഗവാന്റെ അടുത്ത്. വാല് കൊണ്ട് തഴുകി കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അങ്ങനെ അവർ വട്ടത്തിലും കുറുകയും ഓടിക്കളിച്ച് ആനന്ദിക്കാൻ തുടങ്ങി. ഷിർദി എവിടെയാണ് കിടക്കണേ, ഔറംഗാബാദ് എവിടെയാണ് കിടക്കണേ. അപ്പോൾ എന്തുണ്ടായി, ഈ ഔറംഗാബാദിൽ നിന്ന് വരണമെന്നാണല്ലോ പറഞ്ഞത് ഈ ഭഗവാൻ. അതേപോലെ ഔറംഗാബാദിൽ നിന്നാണ് ഈ കുതിരക്കാരൻ അവിടെ എത്തിയത്. അത് ഭക്തൻ ഭഗവാനെ കണ്ട് നമസ്കരിച്ചിട്ട് ഈ കഥകളൊക്കെ ഉണ്ടായത്. അവസാനം ഈ പല്ലി നേരെ ഓടി ഈ ചലിച്ച പല്ലിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഈ പറഞ്ഞ ഭഗവാൻ നേരത്തെ പറഞ്ഞ സഹോദരി എന്ന് പറഞ്ഞത് വ്യക്തമായി എന്നർത്ഥം. ഷിർദി എവിടെ, ഔറംഗാബാദ് എവിടെ? എങ്ങനെ ഈ കുതിരസവാരിക്കാരൻ പൊടുന്നനെ ഇവിടെ എത്തി? ഈ പല്ലി എങ്ങനെ അയാളുടെ സഹയാത്രികയായി? ഇതേ സമയം മസ്ജിദിൽ ഈ ചോദ്യോത്തരം എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളാണ്. ഇതിനെല്ലാം ഉപരിയായി സായിനാഥ് എങ്ങനെ ഇവരുടെ കൂടിക്കാഴ്ച അറിഞ്ഞു? ഇതിനെല്ലാം എന്ത് ഉത്തരം നൽകാൻ? അതിന് ആർക്കാണ് കഴിയുക? അതുല്യമായ ഒരു സംഭവമല്ലേ ഇത്? ഈ പ്രപഞ്ചത്തിൻ്റെ മുക്കും മൂലയും എന്തിന് ഒരു ചെറു ചലനം പോലും സായിനാഥൻ അറിയുന്നു. ഭക്തന്മാരുടെ വിശ്വാസം ഉറപ്പിക്കാനായി അവിടുന്ന് താൻ ആരെന്ന് വെളിപ്പെടുത്തുകയല്ലേ ഈ സംഭവം. ഭഗവാൻ ആരാണെന്നുള്ളത് ഭക്തജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയണ്ട. ഓരോ സംഭവങ്ങളിലൂടെ, ലീലകളിലൂടെ ഭഗവാൻ ആരാണെന്ന് ഭക്തജനങ്ങളെ അറിയിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ അധ്യായം ആദരവോടെ നിത്യപാരായണം ചെയ്താൽ സകല തടസ്സങ്ങളിൽ നിന്നും രക്ഷ നേടും, ക്ലേശങ്ങൾ അകലും. സായി തൃപ്പാദങ്ങളിൽ ശിരസ്സർപ്പിക്കുന്നവൻ തൻ്റെ രക്ഷകനെയും തൻ്റെ പാപകർമ്മങ്ങളുടെ വിനാശകനെയും സായിയിൽ കണ്ടെത്തുന്നു പറയാണ്. ഭഗവാൻ നമ്മുടെ രക്ഷകനും ക്ലേശങ്ങൾ അകറ്റുന്നവനുമായിട്ട് മാറി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു പറയാണ്. ഞാൻ സായിയിൽ പൂർണ്ണമായും ശരണാഗതി അടയുന്നു. കാരണം അവിടുന്ന് സംസാരസാഗരം സുരക്ഷിതമായി കടത്തിവിടും. ഭഗവാൻ മാത്രമേ ഈ സംസാരസാഗരം കടത്തിവിടാനായിട്ട് നമ്മളെ സഹായിക്കുള്ളൂ എന്ന് ഈ അധ്യായത്തിൽ പറയുകയാണ്. ഇനി അടുത്തത് 16-ാം അധ്യായമാണ്. ഓം ജയ് സായിരാം, നമഃ ശിവായ.